ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചെറിയ സന്തോഷമുണ്ട്. ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ണിമോളാണ് ആ സന്തോഷം എനിക്ക് കാണിച്ചു തന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. സന്തോഷം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഡ്രമ്മിലൊരു തൈ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഡ്രമ്മിലൊരു മാവിൻ തൈ വെച്ച കാഴ്ച നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ആ മാവിൻ തൈയിൽ ഇവിടെ ഒരു തളിര് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു തളിര് വന്നിട്ടുണ്ട്, ഇവിടെയും ഒരു തളിര് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഈ കൊമ്പിൽ അറ്റത്ത് കണ്ടില്ലേ, 2 പച്ചപ്പ്, അവിടെയും തളിര് വരുന്നുണ്ട്. ഉണ്ണിമോളാണ് ഇത് കണ്ടുപിടിച്ചത്. ഇത് വെച്ചതിന് ശേഷം ഇതെങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ മണ്ണിൽ പിടിക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. ഇതിൽ തളിര് വന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മളുടെ മണ്ണിനോട് ഈ മാവിൻ തൈയുടെ വേരുകൾ പ്രതികരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല. ഈ വീട്ടിലെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇതിന് ചുറ്റും ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു പേടി എന്താണെന്ന് വെച്ചാൽ, ഈ പച്ചക്കറി വേസ്റ്റ് ഇടുന്നതുകൊണ്ട് ഇതിൻ്റെ തണ്ടിലോ മറ്റോ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ എവിടെയോ കണ്ടു. അപ്പോൾ നമുക്കതിനൊരു മരുന്നടിച്ചു കൊടുക്കണം. നമുക്കതൊന്ന് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവിൻ തൈയുടെ തണ്ടിന് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഈ കാണുന്ന സാഫ് എന്ന ഫംഗിസൈഡിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് കലക്കി ഒരു ബ്രഷ് കൊണ്ട് അതിൻ്റെ തണ്ടിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സാഫ് ഒരറ്റം കട്ട് ചെയ്തതിന് ശേഷം അല്പം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മൂടിയിലെടുത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കലക്കിയിട്ട് നമുക്കതിൻ്റെ തണ്ടിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ മാവിൻ തൈയുടെ ചൂട്ടിൽ കടഭാഗത്ത് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ സാഫ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മാവിൻ തൈയുടെ ജോലി കഴിഞ്ഞു. വേറൊരു ചെറിയ കാര്യം കൂടെ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് വിത്ത് പാകുന്നൊരു വീഡിയോ ചെയ്തിരുന്നേ. വഴുതന, വെള്ളച്ചീനി മുളക്, അങ്ങനെ ഇതാ നമ്മൾ പാകിയ വിത്തുകളൊക്കെ ഒന്ന് മുളച്ചിട്ടുണ്ട്. പ്രത്യേകം പറയണം, എന്താ ഉണ്ണിമോള് പാകിയ വിത്തുകൾ മുളച്ചിട്ടുണ്ട്. 2 ചട്ടിയിൽ പാകിയ വിത്തുകൾ മുളച്ചിട്ടുണ്ട്. ഇതിൽ മുള വന്നിട്ടില്ല, വരുമായിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് വലുതായാൽ ഗ്രോ ബാഗിൽ വെക്കണം. അതിനു വേണ്ട മണ്ണൊക്കെ മണ്ണും കൊക്കോപ്പീറ്റും എല്ലുപൊടി അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് കൂടെ മിക്സ് ചെയ്ത പോട്ടി മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഈ കുഞ്ഞു ചെടികൾ വലുതായാൽ നമുക്ക് അതിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ. ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് തോന്നിയേക്കാം, പക്ഷേ ഈ ചെറിയ തളിര് അത് വലിയൊരു സന്തോഷമാണ്. നമ്മൾ നട്ട ഒരു ചെടിയിൽ ഒരു തളിര് വരിക എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ശരി.